1921 ജന്മിത്വത്തിനെതിരായ സമരമല്ല നടന്നത്, വംശഹത്യയാണ് നടന്നത്. ആ വംശഹത്യക്കെതിരെയുള്ള പ്രതിരോധമാണ് കുമാരനാശാന്റെ ദുരവസ്ഥ എന്നൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇപ്പോൾ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുകയാണ്. മലബാർ സമരം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സാവിത്രി ചാത്തനും ഒന്നിക്കുമായിരുന്നില്ല. സ്നേഹഗായകൻ എന്ന് ഹൃദയപൂർവ്വം പുരസ്കാരം നൽകിയ ഒരു മഹാകവി സവർക്കറിന്റെ വഴിയിൽ സഞ്ചരിച്ച ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കുമാരനാശാൻ അപകടത്തിൽ മരിക്കുകയായിരുന്നില്ല, അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു എന്ന് 2020 വരെ ഉന്നയിക്കപ്പെടാത്ത വാദങ്ങൾ 2020 ശേഷം വളരെ ആസൂത്രിതമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആവിധം പ്രഹരശേഷിയുള്ള കാലത്തെ പോലും തടവിലാടാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് ജാതി എന്നാണ് കുമാരനാശാൻ ദുരവസ്ഥയുടെ തുടക്കത്തിൽ പറയുന്നത്. ജാതിരഹിതമായ ഒരു ഹിന്ദുമതം അത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. ഭക്തി പ്രസ്ഥാനം വന്നു, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്നു, സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ വന്നു, രാഷ്ട്രം സ്വാതന്ത്ര്യം നേടി, പലതരം സാമൂഹ്യ പരിഷ്കാരങ്ങൾ നടന്നു. പക്ഷേ ജാതി കോട്ട പൊളിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ആധുനികത തന്നെ ജാതിയിൽ അധിഷ്ഠിതമാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ദുരവസ്ഥയും മതപരിവർത്തനവും എന്നതിന്റെ വിശകലനത്തിന്റെ സൈദ്ധാന്തിക ഭൂമികയായി ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവർക്കൊന്നും ഈ സവർണ ആചാരങ്ങളോട് സ്നേഹമോ കൂറോ ഒന്നുമില്ല. എങ്കിലും സിനിമ എടുക്കുമ്പോൾ പൂജ നിർബന്ധമായി തീരുകയാണ്. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രം മുഴുവനായി തന്നെ, ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ സന്നാഹങ്ങളും ഒരു ആരാധനാലയത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഘടന തകർക്കും. അതുകൊണ്ട് ഇത് വിധ്വംസകമായ ഒരു പ്രമേയമാണ്. ഇതിനെതിരെ പോലീസ് നടപടി ആവശ്യമാണ്. വെള്ളക്കാരെ ചുട്ടുകൊല്ലുവിൻ, ജമ്മിമാരില്ല മിടിച്ച് കുളങ്കുടിപ്പിൻ, അള്ളായല്ലാതൊരു ദൈവം മലയാളത്തിൽ ഇല്ലാതാക്കിയിടുവിൻ. ഏതു ചെയ്തു? ഇവിടെ അള്ളാന്നുള്ളതിന് പകരം ഈശ്വരൻ ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. കോട്ട കണക്കുള്ള ഒരില്ല അതൊരു മഹാസമരത്തിൽ പൊളിയുന്നു. എന്നാൽ തൊട്ടടുത്ത് ഒരു ചെറിയ കാറ്റ് വന്നാൽ പറന്നു പോകാവുന്ന ചാത്തന്റെ കുടില് മാനവികതയുടെയും പ്രബുദ്ധതയുടെയും കോട്ടയായി കരുത്താർന്ന് നിൽക്കുന്നു. ഈഴവർ മതം മാറുകയോ ഹിന്ദു മതത്തിൽ തുടരുകയോ ചെയ്യരുത്, മറിച്ച് അവർ ഒരു സ്വതന്ത്ര സമുദായമായി നിലനിൽക്കണം. 1936 ക്ഷേത്രപ്രവേശന പ്രഖ്യാപനം പോലും ഈഴവരുടെ മതപരിവർത്തന പ്രക്ഷോഭങ്ങളിൽ പരിഭ്രാന്തരായ സവർണതയുടെ രക്ഷപ്പെടൽ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ദുരവസ്ഥ എന്നുള്ള കാര്യത്തിന്റെ പേര് തന്നെ മുമ്പെന്ന പോലെ ഇന്നും പൊട്ടിത്തെറിക്കുന്ന ഒന്നാണ്. അത്രയോ അതിലേറെയോ പൊട്ടിത്തെറിക്കുന്ന ഒരു പരികല്പനയാണ് ഇന്നും മതപരിവർത്തനം. എന്തും വെച്ച് പഠിപ്പിക്കുന്ന ഏത് ആശയങ്ങളും സൗകര്യമായി സംവാദം നടത്തുന്നവർ പോലും മതപരിവർത്തനം എന്ന ഒരാശയത്തിൻ്റെ മുമ്പിൽ പ്രകോപിതരാവുന്നതായിട്ടാണ് നാം പൊതുവിൽ കാണുന്നത്. എന്നാൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ നവഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ സൂക്ഷ്മതലത്തിൽ മതപരിവർത്തനം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതേ ഭരണകൂടം സ്ഥൂലതലത്തിൽ മതപരിവർത്തനത്തിനെതിരായ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു വൈരുദ്ധ്യത്തെ അനിവാര്യമായും ഇന്ത്യൻ ജനത അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നും അത്തരമൊരു അന്വേഷണത്തിന് ആലോചനക്ക് നേതൃത്വം നൽകാൻ കുമാരനാശാന്റെ നാട്ടുകാരായ മലയാളി സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്നുമുള്ള ഉള്ളറിവിൽ നിന്നാണ് ആശാനെ അനുസ്മരിക്കുന്ന ഈ സമയത്ത് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നാലോചിച്ചപ്പോൾ അതിൽ പലതും ഉൾപ്പെടുത്താവുന്നതാണ്. എങ്കിലും ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദുരവസ്ഥയും മതപരിവർത്തനവും എന്ന വിഷയത്തിനാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എത്തിപ്പെട്ടത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്,
സൂക്ഷ്മതലത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുകയാണ്. എന്നാൽ അതേ ഭരണകൂടം സ്ഥൂലതലത്തിൽ, പ്രകടതലത്തിൽ മതപരിവർത്തന നിയമങ്ങൾ, വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ വെച്ചാണ് പൊരുത്തപ്പെടുന്നത്? സൂക്ഷ്മതലത്തിൽ മതപരിവർത്തനം നടക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ പാർലമെന്റ് പരിശോധിച്ചാലും കോടതി വിധികൾ പരിശോധിച്ചാലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അതിനകമ്പടി സേവിക്കുന്ന അലങ്കാരങ്ങളും ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന മനുഷ്യർ തന്നെ നിഷ്കളങ്കമായി, നിരുപദ്രവകരമായി പരസ്പരം നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും, എന്തിനധികം ഓരോരുത്തരും തങ്ങളെ അടയാളപ്പെടുത്തുന്ന വിധം പോലും അപഗ്രഥിച്ചു കഴിഞ്ഞാൽ അവിടെ മതപരിവർത്തനം നടക്കുന്നു എന്ന് കാണാൻ പറ്റും. കുമാരനാശാന്റെ ജാതി വിരുദ്ധ സംബന്ധമായ കവിതകൾക്ക്, എഴുത്തുകൾക്ക് പ്രചോദനമായത് സത്യത്തിൽ ലക്ഷ്മി നരസുവിൻ്റെ എന്താണ് ജാതി ഒരു പഠനം എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം അദ്ദേഹം തൻ്റെ കൃതികളുടെ ആമുഖത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. ചണ്ടാല ഭിക്ഷുവിൽ നമുക്കത് കാണാൻ പറ്റും. ലക്ഷ്മി നരസു സത്യത്തിൽ ഇന്ത്യയിലെ കീഴാള നവോത്ഥാന കാഴ്ചപ്പാടിന് കരുത്ത് പകർന്ന ചിന്തകനാണ് ലക്ഷ്മി നരസു. അദ്ദേഹത്തിൻ്റെ പുസ്തകം ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അതുപോലെ ജനാധിപത്യ സംഘടനകളുടെ ആശയ സംവാദത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ കുമാരനാശാന്റെ ദുരവസ്ഥയും അതുപോലെ ചണ്ടാല ഭിക്ഷുവിയും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ, അപഗ്രഥിക്കുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് സംവാദം നടത്തേണ്ട കൃതിയാണ് ലക്ഷ്മി നരസുവിൻ്റെ എന്താണ് ജാതി ഒരു പഠനം എന്ന കൃതി. ഇത്രയും ഞാൻ ആമുഖമായി പറയുന്നത് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുവിയും മാത്രമല്ല, കുമാരനാശാന്റെ മുഴുവൻ കൃതികളും അടിസ്ഥാനപരമായി ജാതി വിരുദ്ധമാണ്. വീണമൂവ് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ അധിക തുങ്കപദത്തിൽ രാജ്ഞി കണക്കെ വിലസിയ ഒരു പൂവിൻ്റെ പതനമല്ല, മറിച്ച് മനുഷ്യരായ മനുഷ്യർ മുഴുവൻ അതിജീവനത്തിന് വേണ്ടിയും ആവിഷ്കാരത്തിന് വേണ്ടിയും ഒന്നിച്ചു നിന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് പരസ്പരം പിരിഞ്ഞ് ഒരു കൂട്ടർ മുകളിലും മറ്റൊരു കൂട്ടർ താഴെയുമായി തീർന്ന ആ വിധം തീർത്ത ജാതി പ്രത്യയശാസ്ത്രത്തോടുള്ള കുമാരനാശാന്റെ പ്രതികരണമാണ് വീണപൂ മുതൽ കരുണ വരെയുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ. അതായത് സ്തോത്രകാവ്യങ്ങളുടെ ഒരു ലോകത്തോട് വിട ചോദിച്ച് 907 വീണപൂ തൊട്ട് അവസാന കാലത്ത് എഴുതിയ കരുണ വരെയുള്ള കൃതികൾ. ആ കൃതികളിൽ വ്യത്യസ്ത തരത്തിലാണ്, പല പ്രകാരങ്ങളിലാണ് പ്രകടമായി ജാതി കടന്നു വരുന്നത്. ചണ്ടാല ഭിക്ഷുവിലും ദുരവസ്ഥയിലുമാണ് എന്നുള്ളത് ശരിയാണ്. വേണമെങ്കിൽ കരുണ കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. കാരണം കരുണയിൽ നമുക്കറിയാവുന്നതുപോലെ ബുദ്ധൻ്റെ, മഹാത്മാ ബുദ്ധൻ്റെ, ഇന്ത്യയിലെ കീഴാള ചിന്തകനായ ബുദ്ധൻ്റെ മഹാസാന്നിധ്യമാണ്. ബുദ്ധൻ കുമാരനാശാനെ ഉന്മാദം കൊള്ളിച്ച, ലഹരി പിടിപ്പിച്ച ഒരു സ്രോതസ്സാണ്. കുമാരനാശാൻ മതപരിവർത്തനത്തിനെതിരായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം മതപരിവർത്തന രസവാദം എന്ന പേരിൽ ശ്രദ്ധേയമായൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. മതപരിവർത്തന രസവാദം എന്ന പ്രബന്ധം അദ്ദേഹം എഴുതാനിടയായത് 20കളിലെ കേരളത്തിലെ ഏറ്റവും സജീവമായ ആശയ സംവാദത്തിൻ്റെ കേന്ദ്ര പ്രശ്നം മതപരിവർത്തനം എന്നുള്ളതായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത്രമേൽ ഭീകരമായിരുന്നു ജാതി പീഡനം. ആ വിധം ക്രൂരമായ പീഡനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി അധസ്ഥിത ജനതയുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴിയായി മതപരിവർത്തനം നിലനിന്നു. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രബുദ്ധതയുടെ ഭാഗമായി മതപരിവർത്തനം ഒരു ചരിത്രഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു.
ആ കാലത്താണ് അതിനോടുള്ള പ്രതികരണം എന്ന അർത്ഥത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അകത്തും മതപരിവർത്തനം സംബന്ധിച്ച് ഗൗരവമായ സംവാദങ്ങൾ നടന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ അതിനോടുള്ള പ്രതികരണം കൂടിയായിരുന്നു 1924 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനം. അന്ന് നടന്ന സംവാദങ്ങളുടെ തുടർച്ചയിലാണ്. ഒരുപക്ഷെ ഇന്നും അതിൻ്റെ 100ാം വാർഷികമാണ്, അതിൻ്റെ കൂടി 100ാം വാർഷികമാണ് ഇപ്പോൾ നാം ആഘോഷിക്കാനും ആചരിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായി മതപരിവർത്തനം എന്ന ഏറ്റവും ചൂട് പിടിച്ച വളരെ വൈകാരികമായുള്ള ഒരു വിഷയം 100 കൊല്ലത്തിന് ശേഷവും ഇന്ത്യയിൽ അത് തീ പിടിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. അത്രമാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഏറെക്കുറെ സെക്കുലറായ മനുഷ്യർ പോലും അവരുടെ സൂക്ഷ്മചിന്ത പോലും സ്തംഭിച്ചു പോകുന്ന ഒരു തലമാണ് മതപരിവർത്തനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് ദുരവസ്ഥയെക്കുറിച്ച് നമുക്ക് നേരത്തെ പലതരം സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് എന്തിനിത്തരം ഒരു വിഷയം എന്ന ഒരു ചോദ്യത്തോട് ഞാൻ തന്നെ സ്വയം പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ച് ഈ സംവാദം നടക്കുന്ന ഒരു ഇന്ത്യൻ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും 500ഓളം കൊല്ലത്തെ ദീർഘമായ ഒരു ചരിത്രം അവശിഷ്ടങ്ങൾ പോലും ബാക്കി വെക്കാതെ തുടച്ചു മാറ്റപ്പെടുകയും അതിനു മുകളിൽ രാമക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഒരു രാഷ്ട്രമാകെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രം മുഴുവനായി തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും ഒരു ആരാധനാലയത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ത്യയുടെ ഭാഗധേയം തീരുമാനിക്കുന്ന സകലമാന കാര്യങ്ങളുടെയും ഉള്ളടക്കമായിട്ട് ഈ ഒരു പ്രശ്നം ഉയർന്നു വരികയാണ്. അതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ദുരവസ്ഥ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളൊരു സംവാദം. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സംവാദ ബാർ വിവാദ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള കുമാരനാശൻ്റെ കൃതി വീണവുമല്ല, നളിനിയല്ല, ലീലയല്ല, ചിന്താവിഷ്ടയായ സീത പോലുമല്ല, മറിച്ച് ദുരവസ്ഥയാണ്. ദുരവസ്ഥയോളം സംവാദ വിധേയമായ ബാർ വിവാദ വിധേയമായ കൃതി കേരളത്തിൽ മറ്റൊന്നില്ല. കുമാരനാശാന്റെ കാവ്യരചനകൾ മാത്രമല്ല, മലയാള കവിതകൾ നമ്മൾ വിചാരിക്കും ചങ്ങമ്പുഴയുടെ വാഴക്കൊലയാണ്, അതൊക്കെ കഥാപ്രസംഗമായിട്ട് വന്നിട്ടുണ്ട്. ആ കവിത വായിക്കാത്തവർക്ക് പോലും അതിലെ വരികൾ കാണാതെ അറിയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയ, കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ജനകീയ വിചാരണക്ക് വിധേയമാക്കപ്പെട്ട മലയാളത്തിലെ ഒരു കൃതി എന്ന അർത്ഥത്തിലാണ് ദുരവസ്ഥ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. എന്താണ് ഇത്ര കോലാഹലങ്ങൾ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ കാരണം? നേരത്തെ ഇവിടെ സജീഷ് സംസാരിക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രാഥമികമായിട്ട് അതേക്കുറിച്ചുള്ള സൂചനകൾ സ്വാഗത പ്രസംഗത്തിൽ ഹേമന്തും നൽകുകയുണ്ടായി. അതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം. 1920 കുമാരനാശാൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിരുന്നു. കാരണം 921 ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് അതുവരെ നടത്തിയ സന്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുരു ഒരു മഹാസന്ദേശം, ആ സന്ദേശത്തിൻ്റെ പേര് തന്നെ മഹാസന്ദേശം എന്നാണ്. ആ സന്ദേശം ഗുരു പുറപ്പെടുവിക്കാൻ ഇടയാക്കിയത് 917 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ മിശ്രഭോജനവും മിശ്രവിവാഹവും ഒക്കെ നടത്തിയപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അകത്തു നിന്ന് തന്നെ രൂക്ഷമായ എതിർപ്പുകൾക്ക് സഹോദരൻ അയ്യപ്പൻ വിധേയനായി.
ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തെ ആക്രമിക്കാൻ പോലും തുനിഞ്ഞു. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം എന്ന് ശ്രീനാരായണ ഗുരു സഹോദരനയ്യപ്പനെ ഉപദേശിക്കേണ്ട ഇടം വരെ കാര്യങ്ങൾ എത്തിപ്പെട്ടു. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് 1921 ആലുവയിൽ വെച്ച് സമസ്ത സഹോദര സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു ജാതി ഏതായാലും മതമേതായാലും ഭാഷ ഏതായാലും വേഷമേതായാലും മനുഷ്യരൊന്നായതുകൊണ്ട് അവർക്കൊന്നിച്ച് കഴിയാവുന്നതാണ് എന്ന ഇതാണ് മഹാസന്ദേശം. ഈ മഹാസന്ദേശം പുറത്തു വന്ന ഉടനെ തന്നെ അത് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഘടന തകർക്കും. അതുകൊണ്ട് ഇത് വിധ്വംസകമായ ഒരു പ്രമേയമാണ്, ഇതിനെതിരെ പോലീസ് നടപടി ആവശ്യമാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെടലുകൾ ഉണ്ടായതും നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. ഈ മഹാസന്ദേശത്തിന്റെ തുടർച്ചയിലാണ് കുമാരനാശാന്റെ ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകയും രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, ഈ കൃതി രൂപം കൊള്ളുന്നത് ലോകം ശ്രദ്ധിച്ച ഇന്ത്യൻ സമരം എന്ന് കൃത്യം അടയാളപ്പെടുത്തപ്പെട്ട 1921 മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ലോകം ശ്രദ്ധിച്ച ഇന്ത്യൻ സമരം എന്ന് കൃത്യം അടയാളപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി സൃഷ്ടിച്ച 1921 സെപ്റ്റംബർ 16 തെക്കൻ മലബാറിൽ ഒരു സമാന്തര രാഷ്ട്ര വ്യവസ്ഥ, സാമ്രാജ്യത്വ വ്യവസ്ഥക്കകത്ത് അതിനെ അങ്ങേയറ്റം സംഭ്രാന്തമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. 1921 സെപ്റ്റംബർ 16 സ്വന്തമായി നാണയ വ്യവസ്ഥ ഏർപ്പെടുത്തിക്കൊണ്ട്, സ്വന്തമായി പട്ടാളത്തെ ഏർപ്പെടുത്തിക്കൊണ്ട്, ജീവിതത്തിന്റെ സമസ്ത രംഗത്ത് ഒരു ഭരണം മുന്നോട്ട് വെച്ചുകൊണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ നേതൃത്വത്തിൽ 1921 നിലമ്പൂർ ആസ്ഥാനമായിട്ട് ഒരു സമാന്തര ഭരണം വരികയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരെ ഏറ്റവും ഭയപ്പെടുത്തിയത് ഈ ഒരു സംഭവമാണ്. ആ ഭയപ്പെടുത്തിയ സംഭവത്തോടുള്ള ഏറ്റവും ഭീകരമായ, ഒരുപക്ഷെ ബ്രിട്ടന് ലിബറൽ ജനാധിപത്യത്തിന്റെ ഒരു കൊളോണിയൽ അധിനിവേശ രാഷ്ട്രമായിരിക്കുമ്പോഴും സാമ്രാജ്യത്വ രാഷ്ട്രമായിരിക്കുമ്പോഴും പരിമിതികളോടെ അത് പുലർത്തിയിരുന്ന നിയമവ്യവസ്ഥയോടുള്ള ഒരു ആദരവുണ്ട് പേരിനെങ്കിലും. അതുപോലും ബ്രിട്ടൻ ഉപേക്ഷിക്കേണ്ടി വന്നത് 1921 സെപ്റ്റംബർ 16 സാമ്രാജ്യത്വത്തിന്റെ അകത്തൊരു ബദൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പോഴാണ്. അതിന്റെ തുടർച്ചയിലാണ് വാഗൺ മസാക്കർ സംഭവിക്കുന്നത്. സത്യത്തിൽ വാഗൺ മസാക്കർ 1921 സാമാന്യമായും 1921 സെപ്റ്റംബർ 16 സമാന്തര സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനത്തിനെതിരെയുള്ള സവിശേഷമായുള്ള ഒരു അധിനിവേശ ഭീകരതയായിരുന്നു. ഇത്രയും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ദുരവസ്ഥയുടെ രണ്ടാമത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമര പശ്ചാത്തലമാണ്. മൂന്നാമത്തേത്, ഈ സമര പശ്ചാത്തലത്തെ കുമാരനാശാൻ ഉൾപ്പെടെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? കുമാരനാശൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത് കുമാരനാശൻ മാത്രമല്ല, ഇന്ത്യൻ കീഴാള കാഴ്ചപ്പാടുകൾക്ക് ഊർജം പകരുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന അംബേദ്കർ മുതൽ കുമാരനാശാൻ വരെയുള്ളവർ ഈ സമരത്തെ എപ്രകാരമാണ് മനസ്സിലാക്കിയത്? ആ മനസ്സിലാക്കലിലെ വൈരുദ്ധ്യങ്ങൾ ദുരവസ്ഥയുടെ രചനയിൽ കടന്നു വന്ന വിധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സംവാദത്തിൽ ഉയർന്നു വരേണ്ട അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൃതി 1921 ഭീകരതക്കെതിരെയുള്ള ഒരു പ്രതിരോധമാണ്. അതായത് 1921 ഹിന്ദു വംശഹത്യക്കെതിരെ കുമാരനാശാൻ നടത്തിയ ഒരു പ്രതിരോധമാണ് ദുരവസ്ഥ. അന്ന് വംശഹത്യ നടന്നു. 1921 ജന്മിത്വത്തിനെതിരായ സമരമല്ല നടന്നത്, വംശഹത്യയാണ് നടന്നത്. ആ വംശഹത്യക്കെതിരെയുള്ള പ്രതിരോധമാണ് കുമാരനാശാന്റെ ദുരവസ്ഥ എന്നൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇപ്പോൾ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് നേരത്തെ ചൂണ്ടിക്കാണിച്ചു, മുണ്ടശ്ശേരി മുതൽ
നിരവധി പേർ ഈ കൃതിയെ പലതരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു നിരീക്ഷണം ദുരവസ്ഥ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടി എന്ന EMSന്റെ നിരീക്ഷണമാണ്. അങ്ങനെ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടി എന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു കൃതിയെ ഇസ്ലാമിക ഭീകരതക്കെതിരെയുള്ള കുമാരനാശാന്റെ ഒരു പ്രതിരോധം എന്ന രീതിയിലേക്ക് മാറ്റി അവതരിപ്പിക്കാൻ മാത്രമല്ല, കുമാരനാശാൻ പിന്തുടർന്നത് സവർക്കറിന്റെ വഴിയാണ് എന്ന് കുരുക്ഷേത്ര പ്രകാശനം ചെയ്ത ദുരവസ്ഥ പതിപ്പിന്റെ ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി സംവാദത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സവർക്കറിന്റെ വഴിയാണ് കുമാരനാശാൻ പിന്തുടർന്നത്. സ്തോത്രകൃതികൾ മുതൽ അന്ത്യകൃതിയായ കരുണയിൽ വരെ ജാതി മേൽക്കൊയ്മക്കെതിരെ പലതരത്തിൽ പ്രതികരിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ ഒരു മഹാപ്രതിഭയെ കൃതികൾ മനുഷ്യ കഥാനുകായികൾ എന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സ്നേഹം തൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹം നരകത്തിൻ നടുവിൻ ദ്വീപിൽ, സ്വർഗഗേഹം പണിയും പടുത്തം എന്ന് അമർത്തിപ്പറഞ്ഞ മലയാളത്തിൻ്റെ വായനാ സമൂഹം സ്നേഹഗായകൻ എന്ന് ഹൃദയപൂർവ്വം പുരസ്കാരം നൽകിയ ഒരു മഹാകവി സവർക്കറിന്റെ വഴിയിൽ സഞ്ചരിച്ച ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം 1924 ജനുവരി 16 പലരും പറയുന്നത് പോലെ, നമ്മുടെ ഭൂതകാലം അടയാളപ്പെടുത്തിയതുപോലെ കുമാരനാശാൻ അപകടത്തിൽ മരിക്കുകയായിരുന്നില്ല, അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു എന്ന് വീണ്ടും നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. 2020 വരെ ഉന്നയിക്കപ്പെടാത്ത വാദങ്ങൾ 2020 ശേഷം വളരെ ആസൂത്രിതമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനൊരു വിഷയം, പ്രത്യേകിച്ചും ഈ ദുരവസ്ഥ മുഴുവനും സംവാദ വിധേയമാക്കുന്നതിന് പകരം അതിലെ ജാതി എന്നുള്ളത് ദുരവസ്ഥയുടെ തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. കേസരി ബാലകൃഷ്ണപിള്ള ജാതിക്കൊല്ലി പ്രസ്ഥാന നായകനായിട്ടാണ് കുമാരനാശാനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ദുരവസ്ഥയുടെ തുടക്കം തന്നെ ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള മറ്റെല്ലാ കൃതികളിലും ഉണ്ട്, പക്ഷെ ദുരവസ്ഥ കുറച്ചുകൂടി പ്രകടമാണ്. തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം, മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി വമ്പാർന്ന അനാചാര മണ്ഡലഛത്രരായി നമ്പൂരാർ വാണരുളുന്ന നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൃതി ആരംഭിക്കുന്നത്. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി. കാലത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കവികളും എല്ലാ മനുഷ്യരും അറിഞ്ഞു അറിയാതെയും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കാലത്തിൻ്റെ മുമ്പിൽ മറ്റെല്ലാം നിഷ്പ്രഭമാണ്. അതുകൊണ്ടാണ് വള്ളത്തോൾ തൻ്റെ ഒരു കവിതയിൽ കാലമതിൻ്റെ കനത്ത കരം കൊണ്ട് ലീലയാലൊന്ന് പിടിച്ചു കുലുക്കിയാൽ പാടേ പതറിക്കൊഴിഞ്ഞു പോവും ബ്രഹ്മാണ്ട പാദപ പൂക്കളാം താരങ്ങൾ കൂടിയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൂടിയും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയും കാലപ്രവാഹത്തിൻ്റെ പരിണാമത്തിൻ്റെ ഒരു അനന്തര നിർമ്മിതി മാത്രമാണ് എന്ന അതിശയിപ്പിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം നടുക്കമുണ്ടാക്കുമാറ് അവിടെ അവതരിപ്പിച്ചത്. കാലം എന്തിനേയും പിടിച്ചു കുലുക്കി കീഴ്പ്പെടുത്തും, എന്തിനേയും പിടിച്ചു നിർത്തുന്ന ആവിധം പ്രഹരശേഷിയുള്ള കാലത്തെ പോലും തടവിലാടാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് ജാതി എന്നാണ് കുമാരനാശാൻ ദുരവസ്ഥയുടെ തുടക്കത്തിൽ പറയുന്നത്. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി. സ്മൃതിക്കോട്ട, ജാതിക്കോട്ട, മനുക്കോട്ട. മനുസ്മൃതിയെക്കുറിച്ചാണ് ചിന്താവിഷ്ടയായ സീതയിലും സത്യത്തിൽ സന്ദർഭം പോലും മഹാപ്രതിഭകളായ എല്ലാ കവികളും സന്ദർഭം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഭാഷാപ്രയോഗവും അതുപോലെ തന്നെ രൂപകങ്ങളുമാണ് നിർമ്മിക്കാറുള്ളത്. എന്നാൽ സത്യത്തിൽ ചിന്താവിഷ്ടയായ സീതയിൽ മനുസ്മൃതിക്കെതിരെ ഒരു ഗറില്ല ആക്രമണം തന്നെയാണ് സന്ദർഭം അത്രമേൽ അനിവാര്യമല്ലാത്തൊരു സ്ഥലത്ത് കുമാരനാശാൻ നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും.
നിരൂപിക്കിൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഹണി സ്മൃതി എന്ന് പറയുന്നിടത്ത് സ്ത്രീകളെയും ശൂദ്രരെയും ആക്രമിക്കാൻ, അവരെ ഇടിച്ചു താഴ്ത്താൻ ആഹ്വാനം ചെയ്യുന്ന സ്മൃതിയാണ് ശ്രീരാമദേവന്റെ ധർമ്മബോധത്തെ കീഴ്പ്പെടുത്തിയത് എന്ന് സീത കണ്ടെത്തുന്നിടത്ത് വെച്ച് ഒരുപക്ഷെ ആ ചിന്താവിഷ്ടയായ സീതയിൽ പ്രകടമായി വരുന്ന ജാതി വിമർശനത്തിൻ്റെ ഒരു തലം അതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ദുരവസ്ഥയിൽ ഏറ്റവും പ്രധാനമായി കടന്നു വരുന്ന ജാതിക്കെതിരെയുള്ള ഒരു കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. 1789 ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ബാസ്റ്റിൽ കോട്ട തകരുന്നത്. പോരാളികളെ തടവിലിട്ട വലിയ കാരാഗ്രഹമായിരുന്നു ആ ബാസ്റ്റിൽ കോട്ട. എന്നാൽ 1780 89 ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടി ആ കോട്ട ഒരു കളിസ്ഥലമായി മാറി. എന്നാൽ ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം വന്നു, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്നു, സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ വന്നു, രാഷ്ട്രം സ്വാതന്ത്ര്യം നേടി, പലതരം സാമൂഹ്യ പരിഷ്കാരങ്ങൾ നടന്നു. പക്ഷേ ജാതിക്കോട്ട പൊളിഞ്ഞിട്ടില്ല. ജാതിയെ സാധാരണ ജീവിത രീതിയായി സ്വീകരിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നൊരു സുഹൃത്തുമായിട്ട് ഉച്ച സമയത്ത് ഫോണിൽ ഒരു സംവാദം നടന്നപ്പോൾ അദ്ദേഹം പങ്കുവച്ചത് സാംസ്കാരിക മണ്ഡലത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വലിയൊരു ഉത്കണ്ഠ പങ്കുവച്ചു. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. 2024 ജനുവരി 22 ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ സംവിധാനവും സാധാരണഗതിയിൽ ഇന്ത്യക്കാർക്ക് സങ്കല്പിക്കാനാവാത്ത വിധമുള്ള ഒരു ക്രൂര ഭീകര പ്രവർത്തനത്തിൽ നിറപ്പകെട്ടുകളോടെ സന്നിഹിതമായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അതിനെതിരെ വേണ്ടത്ര ഒരു ഉത്കണ്ഠ ഉണ്ടാവാത്തത് എന്നൊരു ചോദ്യമാണ് ആ സാംസ്കാരിക പ്രവർത്തകർ ഉയർത്തിയത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. അതിനോട് പ്രതികരിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞത് ലോകത്തിൽ അവസാനമായി സാമൂഹ്യ വിപ്ലവം നടക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ എന്നാണ്. അതിൻ്റെ കാരണം ഏറ്റവും വലിയ ഒരു ചൂഷക സംവിധാനത്തെ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സ്വാഭാവികമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജാതി സംവിധാനമാണ്. ജാതി എന്ന് പറയുമ്പോൾ മതരഹിതരെയും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരെയും ഒക്കെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ ഒരു മർദ്ദക സ്ഥാപനമായി അംബേദ്കറുടെ ഭാഷ കടമെടുത്താൽ ശ്രേണീകൃതമായ ഗ്രേഡഡ് ഇനീക്വാളിറ്റി, ശ്രേണീകൃതമായ അസമത്വം. അതായത് യൂറോപ്പിലൊക്കെ അടിമകളും ഉടമകളുമായിട്ടാണെങ്കിൽ അതിനെതിരെയുള്ള വിപ്ലവത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഉടമ ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ഒമ്പിച്ച പോരാട്ടങ്ങൾ രൂപപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ മൗലികമായ സവിശേഷത മുകളിൽ നിന്ന് കിട്ടുന്ന മർദ്ദനവും അവഹേളനവും താഴേക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ഏറ്റവും അടിത്തട്ടിലുള്ള താഴ്ന്ന ജാതികൾ പോലും അതിലുമുണ്ട് ഉച്ചനീചത്വം. അതായത് ഏറ്റവും അടിത്തട്ടിൽ എല്ലാവരുടെയും ചവിട്ട് കിട്ടുന്ന, എല്ലാവരാലും അവഹേളിക്കപ്പെടുന്ന നായാടി സമൂഹത്തെ എടുത്താൽ, അല്ലെങ്കിൽ അതിനേക്കാൾ അടിത്തട്ടിലുള്ള ഒരു സമൂഹത്തെ എടുത്താൽ അവർക്കിടയിൽ നിരവധി അവാന്തര വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ശ്രേണീകൃതമായ അസമത്വം എന്ന് പറയുന്നത് സമത്വം അസമത്വം എന്ന രീതിയിൽ വിഭജിക്കാൻ കഴിയില്ല. സമത്വത്തിന്റെ അകത്ത് അസമത്വത്തിന്റെയും അസമത്വത്തിന്റെ അകത്ത് സമത്വത്തിന്റെയും വേർതിരിക്കാനാവാത്ത അനവധി അടരുകളുള്ള സംഭവമാണ്. അത് സ്വാംശീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഭൂതകാലത്തിന്റെ ഒരു അവശിഷ്ടമല്ല ഇന്ത്യൻ ജാതി. മറിച്ച് ഇന്ത്യൻ ആധുനികത തന്നെ ജാതിയിൽ അധിഷ്ഠിതമാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ദുരവസ്ഥയും മതപരിവർത്തനവും എന്നതിൻ്റെ വിശകലനത്തിന്റെ സൈദ്ധാന്തിക ഭൂമികയായി ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞു പോകുന്നത്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നത്, ഇന്ത്യൻ ആധുനികതയെ പറ്റി പറയുമ്പോൾ ഇതൊരു കൊളോണിയൽ ആധുനികതയാണ് എന്നായിരുന്നു. ഇത് കൊളോണിയൽ ആധുനികതയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളേറെ
ജാതി ഭൂതകാലത്തിന്റെ അവശിഷ്ടം എന്ന നിലയിലല്ല, മറിച്ച് ഇന്ത്യൻ ആധുനികതയുടെ തന്നെ ആധാരം എന്ന നിലയിലാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ പോലും നമ്മൾ ആലോചിച്ചാൽ ഇതിൻ്റെ പേരിൽ ഒരു സൗഹൃദപൂർണമായ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രതിരോധ സിനിമാ പ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ സുഹൃത്തായ പി ടി കുഞ്ഞുമുഹമ്മദ് ഉൾപ്പെടെ അവർക്കൊന്നും ഈ സവർണ ആചാരങ്ങളോട് സ്നേഹമോ കൂറോ ഒന്നുമില്ല. എങ്കിലും സിനിമ എടുക്കുമ്പോൾ പൂജ നിർബന്ധമായി തീരുകയാണ്. അത് ഞാനൊരു പ്രബന്ധത്തിൽ വിമർശിക്കുകയുണ്ടായി. അപ്പം ഞങ്ങളുടെ പൊതു സുഹൃത്തായ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്, കൂടെ നിൽക്കുന്നവൻ്റെ ഡൗസറായിരിക്കരുതെന്നാണ്. ഇത് കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കാത്തവർ എന്ന പ്രശ്നമല്ല ഇതൊരു സംവാദമാണ്. ശരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം സ്വയം ചെയ്യുകയാണെങ്കിൽ അത് ശരിയോ തെറ്റോ ആവട്ടെ, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കാവുന്നതാണ്. എന്നാൽ എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു താല്പര്യം ഇല്ലാത്ത കാര്യം ഞാൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന അവസ്ഥ എന്നിൽ കെട്ടിവെച്ചത്, അടിച്ചേൽപ്പിച്ചത് ആരാണ്, എന്തിനാണ് എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ലെങ്കിൽ അത് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. എനിക്കിഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഓക്കെ. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടും ഒരു ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഓക്കെ അല്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഇവിടെ സെക്കുലർ എന്ന് കരുതുന്ന, ആത്മാർത്ഥമായി സെക്കുലർ ആയിരിക്കുന്ന മനുഷ്യർ പോലും നിസ്സഹായമാവുന്ന ഒട്ടേറെ അവസ്ഥകൾ നിലനിൽക്കുകയാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത് ജാതി ആധുനികതയാണ്. ഈ ജാതി ആധുനികതയോടുള്ള എൻഗേജ്മെൻ്റാണ് കുമാരനാശാന്റെ ദുരവസ്ഥ. ജാതി ആധുനികതയോടുള്ള ഇടപെടലാണ് എന്ന് പറയുമ്പോൾ ഈ കൃതിയിൽ തന്നെ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട്. അതൊരു കൃതിയുടെ ന്യൂനതയോ മേന്മയോ അല്ല, മറിച്ച് നിലനിൽക്കുന്ന അവസ്ഥയോട് ആ കൃതി ഇടപെട്ടതിൻ്റെ അടയാളങ്ങളാണ്. ഈ കൃതി തുടങ്ങിയത് പക്ഷെ ഈ കൃതിയിൽ അടുത്ത് തന്നെ പറയുന്നുണ്ട്, ക്രൂര മുഹമ്മദം ചിന്തുന്ന ചോരയാൽ ചോന്നെഴു വേറെ നാട്ടിൽ. അത് ഇതിൻ്റെ പശ്ചാത്തലമാണ്. അതായത് 1922 നടന്ന കൃതിയുടെ പശ്ചാത്തലം മലബാറിൽ നടന്ന മഹത്തായ സമരമാണ്. കുമാരനാശാൻ അതിനെ മഹത്തായ കർഷക സമരം എന്ന നിലക്കല്ല കൃതിയിൽ പൊതുവെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അമ്പരപ്പിക്കുന്നൊരു കാര്യമുണ്ട്, കൃതിയിൽ അത് അങ്ങനെ തന്നെ കടന്നു വരുന്നുമുണ്ട്. അവിടെയാണ് ഈ വൈരുദ്ധ്യം. ഉദാഹരണമായിട്ട് സാവിത്രിയെയും ചാത്തനെയും കുറിച്ച് പറയുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടായി തീർന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ടു പേർക്കും നവോത്ഥാന ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് വന്ന പ്രബുദ്ധതയുടെ പശ്ചാത്തലത്തിൽ അവർ പരസ്പരം ഒന്നിക്കാൻ തീരുമാനിച്ചതല്ല, മറിച്ച് ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ സാവിത്രിക്ക് ഇല്ലം വിട്ട് പുറത്തു പോകേണ്ടി വന്നു. 1. 2. അഭയം അന്വേഷിച്ച് അവർ ഒടുവിൽ എത്തിപ്പെട്ടത് ചാത്തന്റെ കുടിലാണ്. 2. 3. ചാത്തന്റെ കുടിലിൽ ചാത്തനോടൊപ്പം അവർ താമസിക്കുന്നു. 4. ആ താമസത്തിനിടയിൽ സാവിത്രിക്ക് ചാത്തനോട് തോന്നിയ ആദരവ് പ്രണയമായി രൂപാന്തരപ്പെടുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ മലബാർ സമരം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സാവിത്രിയും ചാത്തനും ഒന്നിക്കുമായിരുന്നില്ല. കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന സമരങ്ങൾ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ഒത്തുചേരലുകൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ദുരവസ്ഥ സത്യത്തിൽ 921 കുറിച്ച് പ്രത്യക്ഷത്തിൽ എംഎസിന്റെ വാക്കുകൾ കടമെടുത്താൽ അന്നത്തെ പത്രങ്ങളുടെ വാർത്തകൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കുമാരനാശാന്റെ കൃതിയിൽ വരികയാണ് ചെയ്യുന്നത് എന്ന് എംഎസ് പറയുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ അന്നത്തെ പത്രങ്ങൾ എന്ന് പറയുന്നത് ജമീന്ദത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും പക്ഷത്തു നിന്ന പത്രങ്ങളാണ്. അവർ ഈ സമരത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് വന്ന എല്ലാ സമരങ്ങളും എന്ന പോലെ
അപ്പൊ ആ സമരത്തെ അപകീർത്തിപ്പെടുത്ത വാർത്ത വായിച്ചിട്ടാണ് ദുരവസ്ഥയിൽ ഈ സമര പശ്ചാത്തലം ആവിഷ്കരിച്ചത്. പക്ഷെ എന്നിട്ടും കുമാരനാശാന്റെ തന്നെ പ്രാഥമികമായി ഈ സമരത്തോടുള്ള മനോഭാവത്തെ മറിച്ചിട്ടുകൊണ്ട് ഈ കൃതിയിൽ ചരിത്രം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് അതിൽ പറയുന്നുണ്ട്, വെള്ളക്കാരെ ചുട്ടുകൊല്ലുവിൻ, ജമ്മിമാരില്ല പിടിച്ച് കുളംകുഴിപ്പി, അള്ളയല്ലാതൊരു ദൈവം മലയാളത്തിൽ ഇല്ലാതാക്കിയിടുവിൻ, ഏതു ചെയ്തു. ഇവിടെ അള്ള എന്നുള്ളതിന് പകരം ഈശ്വരൻ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. ഈ കവിതയിലെ വാക്കുകളിലൊക്കെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ രൂക്ഷത കുറയും. ഈ അള്ള എന്നുള്ള ആ വാക്ക്, കവിതയിലെ ഒരു വാക്ക് പ്രധാനമാണ്, സന്ദർഭം പ്രധാനമാണ്. ഇതിൽ തന്നെ വളരെ കൃത്യമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് കേട്ടുള്ള സാവിത്രിയുടെ നടുക്കമുണ്ട്. അതിനൊപ്പം തന്നെ നാടകീയമായ സന്ദർഭം കൂടിയുണ്ട്. ഈ ഇല്ലം കോട്ടക്ക് സമാനമാണ്, കാരണം ജന്മിത്തത്തിൻ്റെ കോട്ടയാണത്. എന്നാൽ ചാത്തൻ്റെ, അതായത് വലിയ വിപ്ലവ പ്രക്ഷോഭങ്ങളുടെ പോലും അതിജീവിക്കാൻ കഴിയുന്ന കോട്ട കണക്കുള്ള ഒരു ഇല്ലം അതൊരു മഹാസമരത്തിൽ പൊളിയുന്നു. എന്നാൽ തൊട്ടടുത്ത് ഒരു ചെറിയ കാറ്റ് വന്നാൽ പറന്നു പോകാവുന്ന ചാത്തൻ്റെ കുടില് മാനവികതയുടെയും പ്രബുദ്ധതയുടെയും കോട്ടയായി കരുത്താർന്ന് നിൽക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഒരു സന്ദർഭത്തിൽ എല്ലാം കീഴ്മേൽ മറയും. കുമാരനാശൻ തന്നെ ദുരവസ്ഥയിൽ പറയുന്നുണ്ട്, ഉന്നത ഭാഗ്യങ്ങൾ ഒന്നും സ്ഥിരമല്ല, ഇന്നതിന്നാർക്കേ വരുവെന്നില്ല. സാവിത്രിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്, സത്യത്തിൽ അത് മരണത്തെ, അപകടത്തെ ആഘോഷിക്കലാണ്. നിസ്സഹായമായി തീരുന്ന അധസ്ഥിത ജനത അപകടത്തെയും മരണത്തെയും ആശ്വാസമായി കാണും. അതായത് ഏത് കൊമ്പൻ ഒരിക്കൽ വീഴുമല്ലോ എന്നത് എന്നും വീഴ്ത്തപ്പെട്ട കീഴാളന്റെ അബോധത്തിനൊരു ആശ്വാസം കൂടിയായിരിക്കും. അതാണ് ഉന്നത ഭാഗ്യങ്ങളൊന്നും സ്ഥിരമല്ല, ഇന്നതിന്നാർക്കേ വരുവെന്നില്ല. വള്ളാർന്ന ദുഷ്ട മുഹമ്മദന്മാർ കയറി കൊള്ളയിട്ടാർത്തഹോ തീ കൊളുത്തി കൊന്നതാണ്, ആ തീയിൽ പെട്ടതാണ് ഈ സാവിത്രി എന്ന് പറയുന്നിടത്ത് മരണത്തെ. ഇത് പ്രരോദനത്തിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഗർവമാണ് ജാതി മേൽക്കോയ്മ വ്യവസ്ഥയുടെ ന്യൂക്ലിയസ് ആയിട്ട് കുമാരനാശാൻ തന്റെ കവിതകളിലെല്ലാം ഗർവ് എന്നുള്ളതാണ്. പ്രരോദനത്തിലും ഈ ചിത കത്തിത്തീരുമ്പോൾ എല്ലാ ഗർവും ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ പ്രരോദനം പ്രത്യക്ഷത്തിൽ ജാതിക്ക് അനുകൂലമോ എതിരോ എന്നല്ല, പക്ഷെ അതിൽ പോലും, അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഏറ്റവും സങ്കീർണമായ ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം പരിമിതപ്പെടാതെ നിരവധി പ്രതലങ്ങളിലേക്ക് പരന്നും ആഴ്ന്നുമുള്ള ഒരു കൃതി എന്ന അർത്ഥത്തിലാണ് ദുരവസ്ഥ ശ്രദ്ധേയമാവുന്നത്. ഇനി മതപരിവർത്തന രസവാദം കുമാരനാശാൻ എഴുതുന്നത്, അതിൻ്റെ ഒരു ചെറിയ പശ്ചാത്തലം വളരെ കുറച്ച് സമയം, ഒരു 3-4 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഈഴവ സമൂഹത്തിനിടയിൽ, ശ്രീനാരായണ പ്രസ്ഥാനത്തിനിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉയർന്നു വന്നു. അതിലൊരു കാഴ്ചപ്പാട് ഈ മാധവന്റെ സ്വതന്ത്ര സമുദായം 1934 എഴുതപ്പെട്ട പുസ്തകമാണ്. അതിൽ ഈ മാധവൻ മുന്നോട്ട് വെച്ചത്, ഈഴവർ മതം മാറുകയോ ഹിന്ദു മതത്തിൽ തുടരുകയോ ചെയ്യരുത്, മറിച്ച് അവർ ഒരു സ്വതന്ത്ര സമുദായമായി നിലനിൽക്കണം. ഇത് 1934 എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം അപ്പോൾ തന്നെ നിരോധിക്കപ്പെട്ടു. എന്താണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം? ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നതിനേക്കാൾ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്താണ്? പശ്ചാത്തലം ഇതാണ്: ആ കാലത്ത് മതപീഡനത്തെ തുടർന്ന് വൻതോതിൽ മതപരിവർത്തനം നടന്നിരുന്നു. അതിനെ ഒരു കൂട്ടർ പിന്തുണച്ചിരുന്നു, മറ്റൊരു കൂട്ടർ അതിനെ എതിർത്തിരുന്നു. കേരളീയ സമുദായമോ മതപരിവർത്തനത്തിന് അനുകൂലമായും എതിരായും രണ്ട് ചേരിയായി നിന്ന് ആശയസമരം നയിച്ചിരുന്നു. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരു 3-ാം ചേരി തുറക്കുകയാണ് ഈ മാധവൻ ചെയ്തത്. അതാണ് 34-ലെ
സ്വതന്ത്ര സമുദായം. എന്നാൽ സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ളവർ ഹിന്ദുമതത്തിൽ തുടരുകയോ ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ മാറുകയോ സ്വതന്ത്ര സമുദായമായി നിൽക്കുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് യുക്തിവാദത്തിലേക്ക്, മതരഹിതമായ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ് വേണ്ടത് എന്ന നിലപാട് പുലർത്തിയവരാണ് സഹോദരൻ അയ്യപ്പൻ, സി വി കുഞ്ഞിരാമൻ. മിതവാദി ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ പ്രകടമായി തന്നെ ബുദ്ധമത പക്ഷം മുന്നോട്ട് വെച്ചവരാണ്. ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിങ്ങനെ വ്യത്യസ്ത മതങ്ങളിലേക്ക് മതം മാറുന്നതിനെ കുറിച്ചുള്ള തീവ്രമായ ആലോചനകൾ. കൂടുതൽ പറയട്ടെ, 1936 ക്ഷേത്രപ്രവേശന പ്രഖ്യാപനം പോലും ഈഴവരുടെ മതപരിവർത്തന പ്രക്ഷോഭങ്ങളിൽ പരിഭ്രാന്തരായ സവർണതയുടെ രക്ഷപ്പെടൽ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ എതിർത്തവരും ആ കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതോടെ ഞാൻ ചുരുക്കി പറയുന്നത്, ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ അകത്ത് നടന്ന നിരവധിയായ ചർച്ചകൾ, ഈ ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ടാണ് മതപരിവർത്തന രസവാദം കുമാരനാശാൻ എഴുതുന്നത്. അതിന്റെ ചുരുക്കം ഒരു വരിയിൽ പറഞ്ഞാൽ, വ്യക്തികൾ മതപരിവർത്തനം നടത്തുന്നതിന് ആ പ്രബന്ധത്തിൽ അത് വായിച്ചവർക്കറിയാം. മിക്കവാറും ഈ സംവാദങ്ങളൊക്കെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് ഇതൊന്നും ആരും വായിക്കുന്നില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വ്യക്തികൾ മതം മാറുന്നതിന് കുമാരനാശാൻ എതിരായിരുന്നില്ല. ആ പ്രബന്ധത്തിൽ ഒരു വാക്യം ഇതാണ്: ക്ഷേത്രം നിർമ്മിക്കാൻ ഇന്നലെ വരെ ചുമരിൽ കല്ല് ചുമന്നവർ നാളെ വിഹാരം നിർമ്മിക്കാൻ വേണ്ടി കൂട്ടത്തോടെ പോകുന്നത് ഉചിതമാണോ? വിഹാരം എന്നുള്ള ബുദ്ധമതത്തിലേക്കുള്ള പരിവർത്തനത്തെ കുറിച്ചാണ്. അതായത് ആരാധിക്കാൻ, ഹിന്ദുമതത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ജനത ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തി ആരാധിക്കാനുള്ള അവകാശം പിടിച്ചെടുത്ത് അതിന്റെ തുടർച്ചയിൽ നാട്ടിലുള്ളതെല്ലാം ക്ഷേത്രം ഉണ്ടാക്കാൻ ചുമലിൽ കല്ലൊക്കെ ചുമന്നിട്ട് അതിന്റെ ചൂടാറുന്നതിന്റെ മുമ്പേ വേറൊരു മതത്തിന്റെ കെട്ടിടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമാണോ എന്ന ഉത്കണ്ഠയാണ് ഒന്നാമതായി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രശ്നം, ബുദ്ധമതത്തിന്റെ പ്രതിച്ഛായുള്ള ഒരു ഹിന്ദുമതം അദ്ദേഹം സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അതായത് ജാതിരഹിതമായ ഒരു ഹിന്ദുമതം, അത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ദുരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. ജാതിരഹിതമായ ഒരു ഹിന്ദുമതം, അതേക്കുറിച്ച് അതിൻ്റെ അകത്ത് തന്നെ നിരവധിയായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇനി ഞാൻ അവസാനിപ്പിക്കുന്നത്, ഈ ദുരവസ്ഥയിൽ തന്നെ മതപരിവർത്തനത്തെക്കുറിച്ച് വിശദമായ ചർച്ച ഉണ്ട്. എന്നിട്ട് അതിൽ ഒരിടത്ത് പറയുന്നുണ്ട്, അത് ഈ റിയലിസത്തിന്റെ സാഹിത്യത്തിലേക്ക് വലിയ ചർച്ചാ വിഷയമാണ്. അതിൻ്റെ ഒരു അത്ഭുതം കൂടിയാണ്. അതായത് മതപരിവർത്തനത്തിന്, മതപരിവർത്തനത്തിന് എതിരായെന്ന കുമാരനാശാന്റെ കൃതിയിൽ തന്നെ മതപരിവർത്തനത്തെ പിന്തുണയ്ക്കുന്ന ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏടച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കേണ്ട നമ്പൂരാര്. ബ്രാഹ്മണ മതത്തെയാണ് കുമാരനാശാൻ ദുരവസ്ഥയിൽ പ്രശ്നവൽക്കരിക്കുന്നത്. ബ്രാഹ്മണ മതം, ജാതി മതം, ജാതിയില്ലാത്ത ഹിന്ദുമതമാണ് അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം പറയുന്നത്, എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഒരേഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചുറ്റും പേടിക്കേണ്ട നമ്പൂരാര് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും ആ സ്വാതന്ത്ര്യ സ്വർഗമെങ്കിൽ ബുദ്ധിയുള്ളവരിങ്ങ ശ്രേയസ് ഉപേക്ഷിച്ച് ബന്ധരായി മേവുമോ ജാതി ജയിലിൽ. ജാതി ഒരു ജയിലാണെന്ന് പറയുന്നുണ്ട്. ദുരവസ്ഥ തുടങ്ങുന്നത് മനുസ്മൃതി എന്നുള്ള കോട്ടയെക്കുറിച്ച് പറഞ്ഞാണ്. പിന്നെ അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ ഈ ജാതിയുടെ ജയിലിന് വീർപ്പ് മുട്ടി കഴിഞ്ഞുകൂടുമോ എന്ന് പറയുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജാതി പീഡനങ്ങളോടുള്ള ഒരു ചരിത്രഘട്ടത്തിന്റെ പ്രതിരോധമാണ് മതപരിവർത്തനം എന്ന് അദ്ദേഹം മതപരിവർത്തനത്തിനെതിരായിരിക്കെ ഈ കൃതിയിൽ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഒട്ടേറെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇത്
2024 ഇതിൻ്റെ ഒരു പ്രസക്തി. 2024 ഇതിൻ്റെ പ്രസക്തി എന്താന്ന് പറഞ്ഞാൽ, ഏതു മനുഷ്യനും സാമൂഹ്യ പരിവർത്തനത്തെ സ്വാഗതം ചെയ്യുന്ന ഏതു മനുഷ്യനും സാമൂഹ്യ പരിവർത്തനത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള പരിവർത്തനത്തെയും സ്വാഗതം ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരു പരിവർത്തനത്തെ സ്വാഗതം ചെയ്യുകയും മറ്റൊരു തരത്തിലുള്ള പരിവർത്തനത്തെ നമുക്ക് ആത്മനിഷ്ഠ തലത്തിൽ പൊരുത്തപ്പെടാനാവാത്തത് കൊണ്ട് എതിർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമായിരിക്കും. അതുകൊണ്ട് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്കും മതങ്ങളിൽ നിന്ന് മതരഹിതമായ അവസ്ഥയിലേക്കും പരിവർത്തനം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ, മനുഷ്യന്റെ, പൗരരുടെ സ്വാതന്ത്ര്യം നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ഓരോ പൗരനും അവന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് കടക്കാനും, വിശ്വാസങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ അതിൽ നിന്നും പുറത്തു കടക്കാനും, അതായത് ഒരു മതത്തിൽപ്പെട്ടവർക്ക് മറ്റൊരു മതത്തിലേക്ക് മാറാനും, മതത്തിൽപ്പെട്ടവർക്ക് മതമില്ലാത്ത അവസ്ഥയിലേക്ക് മാറാനും, ഒരു വീട്ടിൽ തന്നെ വിവിധ മതത്തിൽപ്പെട്ടവർക്ക് സംവാദം നടത്തിക്കൊണ്ട് സൗഹൃദത്തോടെ ജീവിക്കാനും കഴിയുന്ന തരത്തിലുള്ള വിപുലമായ, വിസ്തൃതമായ ഒരു ജീവിതാവസ്ഥയാണ് ആധുനിക ജനായത്തം മുന്നോട്ട് വെക്കേണ്ടത്. എന്നാൽ ഇതേ ജനായത്ത കാഴ്ചപ്പാട് പുലർത്തുന്ന മനുഷ്യരിൽ തന്നെ മറ്റെല്ലാ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരും മതപരിവർത്തനത്തെ ഏതൊക്കെയോ കാരണങ്ങളാൽ എതിർക്കുന്നവരായിത്തീരും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ മതപരിവർത്തന വിരുദ്ധ നിയമത്തെ അവരെതിർക്കുമ്പോഴും സത്യത്തിൽ അവരെതിർക്കുന്നില്ല. ഇങ്ങനെ എതിർക്കുമ്പോഴും പലതിനെയും എതിർക്കാത്തത് കൊണ്ട് കൂടിയാണ് മറ്റു പല കാരണങ്ങൾക്കൊപ്പം ഇന്ത്യൻ നവഫാസം സത്യത്തിൽ ഇത്രയും ഭീകരതകൾ നടത്തിയിട്ടും പിടിച്ചു നിൽക്കുകയല്ല, പടർന്ന് പന്തലിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനെതിര് എന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൂക്ഷ്മതലത്തിൽ എല്ലാറ്റിനെയും ജാതി, അതുകൂടി തിരിച്ചറിയണം. ഇതൊരു മതരാഷ്ട്രമായി മാറുകയല്ല, ജാതി മേൽക്കോയ്മ രാഷ്ട്രം മതരാഷ്ട്രത്തിന്റെ മൂടുപടമണിഞ്ഞ് മനുഷ്യരെ വിഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മതരാഷ്ട്രം എന്നുള്ളത് ഇന്ത്യൻ ഫാസത്തിന് അനുകൂലമായ ഒന്നാണ്. കാരണം ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ, ന്യൂനപക്ഷം വരുന്ന മറ്റു മതസ്ഥർ, മതരഹിതർ, മതേതരവാദികൾ, അവരൊക്കെ ന്യൂനപക്ഷം. മതേതരവാദിയും മതരഹിതരും ന്യൂനപക്ഷ മതങ്ങളും ഒക്കെ ന്യൂനപക്ഷം 80%, 20% എന്നുള്ള പരികല്പന, അത് ഇന്ത്യൻ ഫാസത്തിന് അനുകൂലമാണ്. അതിനു വേണ്ടിയാണ് അവർ മതത്തിന്റെ മൂടുപടി ധരിക്കുന്നത്. സത്യത്തിൽ ഇത് മതമല്ല. ഇതിൽ ചാത്തനും ശംഭൂകന്റെ പിന്മുറക്കാരനായ ചാത്തനും ഇതിൽ യാതൊരു സ്കോപ്പും ഇല്ല. അതുകൊണ്ട് ഇത് ജാതി മേൽക്കോയ്മയുടെ ഭരണമാണ്. ഈ ജാതി മേൽക്കോയ്മയാണ് സത്യത്തിൽ കോർപ്പറേറ്റ് മൂല്യങ്ങൾ പിന്തുണയ്ക്കുന്നത്. അത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. 1857 സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വരുന്നത്. അത് കൃത്യമാണ്. ബാബറി ഇഷ്യൂ ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നത്തെ, അതായത് 2024 ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അനിവാര്യമായും ശക്തിപ്പെടേണ്ട ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ ദുരവസ്ഥയെ എങ്ങനെയാണ് പുതിയ രീതിയിൽ നാം വായിക്കേണ്ടത്, അത്തരമൊരു വായനക്ക് എങ്ങനെ നമുക്ക് ഊർജം പകരാൻ പറ്റും, അതിനുള്ള ഒരു ശ്രമമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 1978 OP ത്യാഗി പാർലമെന്റിൽ മതപരിവർത്തന വിരുദ്ധ ബില്ല് അവതരിപ്പിച്ചത്. അതിനെ നിശിതമായി എതിർത്ത് തോൽപ്പിച്ചത് ഇടതുപക്ഷമാണ്. പാർലമെന്റിൽ മാത്രമല്ല, ആശയതലത്തിലും തോൽപ്പിച്ചത് ഇടതുപക്ഷമാണ്. എന്നാൽ കുറച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നവഫാസത്തിന്റെ വിജയകാലത്ത് ആ ഒരു ഇടതുപക്ഷ ബീജത്തിന് ഇടർച്ച വന്നിട്ടുണ്ടോ എന്ന ഉത്കണ്ഠ കൂടിയാണ്. ഏതെങ്കിലും പുസ്തകം വായിച്ചുള്ള അറിവല്ല. നിരന്തരം പലരുമായും സംഭാഷണത്തിലും അവരുടെ അഭിപ്രായങ്ങളും കേട്ട ശേഷം ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഉണ്ടായ ബോധ്യമാണ്. ഒരുപക്ഷെ ദുരവസ്ഥയെക്കുറിച്ച് ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ ഈ തലക്കെട്ട് ഞാൻ പ്രസംഗിക്കുന്നത് ആദ്യമാണ്. ഇത് ഞാൻ കൊടുത്ത തലക്കെട്ടാണ്, ഇത് ബോധപൂർവം കൊടുത്ത തലക്കെട്ടാണ്. ഈ തലക്കെട്ടാണ് ഇനി നമ്മുടെ ചിന്തയിൽ തീ കൊളുത്തേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു.